ഹായ് ഓൾ, വെൽക്കം ടു ഈ പഠിപ്പുര. നമ്മൾ LDC ഫോക്കസ് ചെയ്തുകൊണ്ട് ബയോളജിയുടെ PYQ സീരീസ് ആദ്യം ഒരു സെക്ഷൻ കഴിഞ്ഞു. ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടു ഉപകാരപ്പെട്ടു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ എന്ന് ചെയ്യുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 2024 വന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. താഴെ നൽകിയിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. അവകാശവാദം നോക്കിക്കോ, ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്ന് അറിയപ്പെടുന്നു. കാരണം ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു. ഓപ്ഷൻ എ അവകാശവാദവും കാരണവും ശരിയാണ്, കൂടാതെ അവകാശവാദത്തിന്റെ ശരിയായ വിശദീകരണമാണ് കാരണം. ഓപ്ഷൻ ബി അവകാശവാദവും കാരണവും ശരിയാണ്, പക്ഷെ അവകാശവാദത്തിന്റെ ശരിയായ വിശദീകരണം അല്ല കാരണം. ഓപ്ഷൻ സി പറയുന്നത് വാദം ശരിയാണ്, കാരണം തെറ്റാണ്. ഓപ്ഷൻ ഡി പറയുന്നത് വാദവും കാരണവും തെറ്റാണ് എന്നാണ്. ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു ചോദ്യമാണ് സാധാരണ ബയോളജിയിൽ ചോദിക്കാത്ത, എന്നാൽ ഇപ്പോൾ പുതിയ പാറ്റേൺ വന്നപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു മേഖലയിലെ ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കുക, എന്നിട്ട് എന്റെ ആൻസർ പറയാനൊന്ന് ശ്രമിച്ചേ, അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാടാ. ഇവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് വാദം ശരിയാണ്, എന്നാൽ കാരണം തെറ്റാണ്. എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് വിശദകാരണം നോക്കാം. അതായത് ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയ സ്തംഭനം അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് എന്ന് വിളിക്കുന്നു. ശരി തന്നെയാണ്, ശരിയായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ കാരണം പറയുന്നത് ഹൃദയ സ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു എന്നല്ല പറയേണ്ടത്. ഹൃദയാഘാതം മൂലം ഹൃദയ സ്തംഭനം നടക്കുന്നു അല്ലെങ്കിൽ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, എന്താണ് ഹൃദയാഘാതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഹൃദയ സ്തംഭനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഹൃദയാഘാതം. നമ്മുടെ ഹൃദയത്തിന്റെ പേശികളിലേക്ക്, ഹൃദയപേശികളിലേക്ക് ഓക്സിജനും പോഷണവും എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് കൊറോണറി ധമനികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം. ഇടത് കൊറോണറി ധമനിയുമുണ്ട്, വലത് കൊറോണറി ധമനിയുമുണ്ട്. ഈ കൊറോണറി ധമനികളിൽ രക്തക്കട്ട രൂപം കൊള്ളുന്നത് കൊണ്ട് ഹൃദയത്തിലേക്ക് കൃത്യമായിട്ട് ഓക്സിജൻ അല്ലെങ്കിൽ രക്തം എത്താത്തത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് നമ്മൾ ഹൃദയാഘാതം എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന തകരാറ്, അതാണ് ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ഹൃദയസ്തംഭനം അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, നമുക്കൊരു പേസ് മേക്കർ എന്ന് പറയുന്ന SA നോഡുണ്ട്. അവിടെ നിന്നും വരുന്ന ഇലക്ട്രിക് ഇമ്പൾസ് ആണ് അല്ലെങ്കിൽ വൈദ്യുത തരംഗങ്ങളാണ് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ അതിന്റെ താളത്തെ നിയന്ത്രിക്കുന്നത്. ഒരു മിനിറ്റിൽ 72 ഇലക്ട്രിക് ഇമ്പൾസ് വന്നാൽ അല്ലെങ്കിൽ വൈദ്യുത തരംഗങ്ങൾ വന്നാൽ ഹൃദയം ആ മിനിറ്റിൽ 72 പ്രാവശ്യം ഇടിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ ഈ വൈദ്യുത തരംഗം അല്ലെങ്കിൽ ഈ വൈദ്യുത ആവേഗം നിന്നുപോയാൽ എന്തും നിന്നുപോകും, ഹൃദയവും നിന്നുപോകും. അതാണ് നമ്മൾ കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ ഹൃദയ സ്തംഭനം എന്ന് പറയുന്നത്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അതായത് ഹൃദയ സ്തംഭനം എന്ന് പറയുന്നത് വൈദ്യുത ആവേഗങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഈ SA നോഡ് അല്ലെങ്കിൽ പേസ് മേക്കർ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹൃദയ സ്തംഭനം എന്ന് പറയുന്നത്. ഹൃദയാഘാതം എന്ന് പറയുന്നത് നമ്മുടെ രക്തക്കുഴലുകൾ വഴി ഹൃദയത്തിലേക്ക് രക്തമെത്താൻ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ പേശികൾക്ക് രക്തമെത്താവുന്നതിന്റെ താമസം അല്ലെങ്കിൽ എത്താത്തത് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് ഹൃദയാഘാതം എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് അതിന്റെ വ്യത്യാസം. അപ്പോൾ ഒരിക്കലും ഹൃദയസ്തംഭനം ഹൃദയാഘാതത്തിലേക്ക് നയിക്കില്ല, പക്ഷെ ഹൃദയാഘാതം പിന്നീട് ഹൃദയസ്തംഭനത്തിലേക്ക് നയിക്കും എന്ന പോയിന്റ് കൂടെ അവിടെ മനസ്സിലാക്കി വെച്ചേക്കുക. സാധനം സിമ്പിളാണ്, പക്ഷെ ചോദിക്കുന്ന രീതി, ഈ അവകാശവാദവും കാരണവും ശരിയാണ്, അവകാശവാദത്തിന്റെ ശരിയായ വിശദീകരണമാണെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എവിടെയോ കിളി പറക്കുന്ന ഒരു ടെൻഡൻസി വരും, പ്രത്യേകിച്ച് പരീക്ഷ ഹാളിൽ ഇരിക്കുന്ന വേറൊരു സാഹചര്യത്തിൽ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന മുൻവർഷ ചോദ്യങ്ങളുടെ ഈ പാറ്റേണുകൾ അതെന്താണെന്നുള്ള ഒരു ഏകദേശം ഒരു രൂപരേഖ ഉണ്ട് എങ്കിൽ പരീക്ഷ ഹാളിൽ ഇതുപോലത്തെ ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ പതറില്ല. കാരണം ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ മുമ്പ് ചെയ്തു നോക്കിയിട്ടുള്ളത് കൊണ്ട്. ഇതൊന്നും ചെയ്തു നോക്കാതെ നമ്മൾ പരീക്ഷ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ഒരു പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമെന്ന് കൂടി ഓർക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായ രീതിയിൽ യോജിപ്പിക്കാവുന്നത് ഏതൊക്കെയാണ്?
ഒന്ന് പീനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ, തൈറോയ്ഡ് ഗ്രന്ഥി ഇൻസുലിൻ, ആഗ്നേയ ഗ്രന്ഥി തൈമോസിൻ, അഡ്രീനൽ ഗ്രന്ഥി കോർട്ടിസോൾ. ഈ 4 സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ 4 ചേരുംപടിയിൽ അല്ലെങ്കിൽ 4 കാര്യങ്ങളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദ്യം. പീനിയൽ ഗ്രന്ഥി മെലാറ്റോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു, സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പീനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ, സെറാട്ടോണിൻ എന്നിവയെ ഉൽപ്പാദിപ്പിക്കുന്നു. തൈറോയ്ഡ് ഗ്രന്ഥി ഇൻസുലിനെ അല്ല ഉൽപ്പാദിപ്പിക്കുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോക്സിൻ, കാൽസിട്ടോണിൻ, തൈറോണിൻ എന്നീ പറയുന്ന ഹോർമോണുകളെയാണ്. തൈറോയ്ഡ് ഗ്രന്ഥി തൈറോക്സിൻ, തൈറോണിൻ, അതുപോലെ കാൽസിട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണുകളെയാണ് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് തൈമോസിനെ അല്ല. ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ഇൻസുലിനെയും അതുപോലെ ഗ്ലൂക്കോഗോൺ പോലെയുള്ള ഹോർമോണുകളെയുമാണ്. അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് കോർട്ടിസോൾ, ശരിയാണ്. അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രിനാലിനുണ്ട്, നോർ അഡ്രിനാലിനുണ്ട്, അതുപോലെ കോർട്ടിസോൾ ഉണ്ട്, അതുപോലെ അൽഡോസ്റ്റിറോൺ. ഇതൊക്കെ അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ 1ാമത്തെ സ്റ്റേറ്റ്മെന്റും നമ്മുടെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയായ സ്റ്റേറ്റ്മെന്റുകളാണ്. ശ്രദ്ധിച്ചു പഠിക്കണേ. പീനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ, സെറാട്ടോണിൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. തൈറോയ്ഡ് ഗ്രന്ഥി തൈറോക്സിൻ, തൈറോണിൻ, അതുപോലെ നമ്മുടെ കാൽസിട്ടോണിൻ എന്നീ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ ആണോ? ഇനി ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഏതൊക്കെ ഹോർമോണാണ് എന്ന് ചോദിച്ചാൽ പാൻക്രിയാസ് ഗ്രന്ഥി ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നു, അതുപോലെ ഗ്ലൂക്കോഗോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രിനാലിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, നോർ അഡ്രിനാലിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതുപോലെ കോർട്ടിസോളിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതുപോലെ അൽഡോസ്റ്റിറോൺ എന്നീ ഹോർമോണുകളെയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? ഇനി തൈമസ് ഗ്രന്ഥിയാണ് അവിടെ തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. അപ്പൊ പ്രാഥമികമായിട്ട് നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് 10ാം ക്ലാസ്സിലും മറ്റുമൊക്കെ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ഉണ്ട്. അതുപോലെ +1 ഹോർമോണുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ഉണ്ട്. ഈ 2 ചാപ്റ്ററുമായി ബന്ധപ്പെട്ട അത്യാവശ്യ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ ഈ ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏത്? വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ. എലിപ്പനിക്ക് കാരണമായ രോഗാണു. ഇവിടെ ശ്രദ്ധിക്കണേ, നമുക്ക് ഇതും ടെക്സ്റ്റ് ബുക്കിലെയാണ്. 10ാം ക്ലാസ്സിലെ രോഗങ്ങൾ, രോഗകാരികൾ എന്നതുമായി ബന്ധപ്പെട്ട് അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് പറയുന്ന ചാപ്റ്റർ 4, ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ രോഗങ്ങൾ, രോഗകാരികളുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളിൽ 99% നമ്മുടെ 10ാം ക്ലാസ് അതുപോലെ +2, +1 രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിൽ ഏതൊക്കെ രോഗങ്ങളെയാണോ എടുത്തു പറയുന്നത് അത് വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. അതിലൊന്നാണ് എലിപ്പനി എന്ന് പറയുന്നത്. എലിപ്പനിയുടെ രോഗാണു എന്ന് പറയുന്നത് ബാക്ടീരിയ ആണെന്ന് മനസ്സിലാക്കണം. എലിപ്പനിയുടെ ബാക്ടീരിയയുടെ പേര് ലെപ്റ്റോസ്പൈറോ ഇക്വഡോ ഹെമറേജിയെ എന്നാണ്. ലെപ്റ്റോസ്പൈറോ എന്നും അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറ എന്നായിരിക്കും ചിലപ്പോൾ ചുരുക്കി കൊടുത്തേക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അതിനൊരു മുഴുവൻ പേരെന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറോ ഇക്വഡോ ഹെമറേജിയെ എന്നാണ്. ഇവിടെ നമ്മൾ ഹെമറേജ് എന്ന വാക്കുമായി കണക്ട് ചെയ്ത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞുതരാം. ഈ എലിപ്പനി എന്ന് പറയുന്നത് ബാധിക്കുന്നത് നമുക്ക് ഈ മലിനജലം നമ്മുടെ മുറിവുകളിലൂടെയും മറ്റും മലിനജലം ടച്ച് ആകുമ്പോൾ അതുവഴിയാണ് എലിപ്പനിയുടെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യുന്നത്? കടക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഈ എലിയുടെ മറ്റു മൂത്രത്തിലൂടെയാണ് അത് ജലത്തിലെത്തുന്നത്, ജലത്തിലൂടെ നമ്മുടെ ശരീരത്തിലെത്തുന്നു. ഈ ശരീരത്തിലെത്തുന്ന രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ ടോക്സിനുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മുടെ വിവിധ ശരീരകലകളെയാണ് എലിപ്പനി ബാധിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ആന്തരിക അവയവങ്ങളിലെ സൂക്ഷ്മമായ രക്തക്കുഴലുകളെ പൊട്ടിച്ച് ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഹെമറേജ് ഉണ്ടാക്കാൻ, അതുകൊണ്ടാണ് ലെപ്റ്റോസ്പൈറോ ഇക്വഡോ ഹെമറേജിയെ എന്ന് പറയുന്നത്. നമ്മുടെ ആന്തരിക രക്തക്കുഴലിലെ ചെറിയ രക്തക്കുഴലുകളെ നമുക്ക് ലോമികകൾ എന്ന് വിളിക്കാം. ഏറ്റവും ചെറിയ രക്തക്കുഴലുകളാണ് ലോമിക. ആ ലോമികകളിൽ പൊട്ടലുണ്ടാകുന്നു അല്ലെങ്കിൽ ഹെമറേജ് ഉണ്ടാകുന്നു. അതാണ് പ്രധാനമായിട്ടും ഈ അസുഖത്തിന്റെ മരണകാരണം എന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നതാണ് എലിപ്പനിയുടെ രക്ഷയ്ക്കായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത്. ഇത് അത്രയുമാണ് എലിപ്പനിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ കൊടുത്തിരിക്കുന്ന പ്രധാന പോയിന്റുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? മുൻവർഷ ചോദ്യങ്ങൾ എത്ര പ്രാധാന്യമെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യന്റെ പാറ്റേൺ മനസ്സിലാക്കാനും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏതൊക്കെ മേഖലകളിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനും നമുക്ക് തൊട്ട് പിറകെയുള്ള 2024 വരെ 2024
പിറകോട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തു വരുന്നത് കേട്ടോ, ഏറ്റവും ലേറ്റസ്റ്റ് മുതൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടെ. ഈ ഇടക്കാലത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, ഈ 2024. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മെട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടി അംഗീകരിച്ചതെന്നാണ് നമ്മുടെ ചോദ്യം. അൻഷാമ്പനി, മങ്കി പോക്സ്, മെനിഞ്ചൈറ്റിസ്, മലേറിയ. ശ്രദ്ധിച്ചു പറയണേ, ഇതൊരു കറണ്ട് ഫാക്ട്സ് കൂടെയാണ്. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മെട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാൻ കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ അവിടുത്തെ ഉത്തരം മലേറിയ എന്നതാണ്. മലേറിയയുമായി ബന്ധപ്പെട്ട ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച രണ്ടാമത്തെ വാക്സിനാണ് ഈ പറയുന്ന R21 മെട്രിക്സ് എന്ന് പറയുന്ന വാക്സിൻ. അപ്പൊ ഒന്നാമത്തെ വാക്സിൻ ഏതാണ്? RTS-S എന്ന് പറയുന്ന വാക്സിനാണ്. RTS-AS01 എന്ന് പറയുന്നത് 2021 ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചതാണെങ്കിൽ 2023-24 കാലഘട്ടത്തിൽ അംഗീകരിച്ച രണ്ടാമത്തതാണ് R21 മെട്രിക്സ് എം എന്ന് പറയുന്ന വാക്സിൻ. മനസ്സിലാക്കണടാ, മലേറിയ എന്ന് പറയുന്നതിന് ഒരു വാക്സിൻ ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് കുട്ടികളെ ദോഷകരമായിട്ട് കുഞ്ഞുനാളിൽ മരണത്തിന് വരെ കാരണമാകുന്ന ഒരു അസുഖമാണ് ഈ മലേറിയ എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലും. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു വാക്സിൻ അത്യന്താപേക്ഷിതമാണ്. ആദ്യത്തെ വാക്സിൻ അംഗീകാരം കൊടുത്തതിന് ശേഷവും ആ വാക്സിൻ കൃത്യമായിട്ട് ആൾക്കാരിൽ എത്തിക്കാൻ പറ്റിയില്ല. കാരണം അതിന്റെ അത്രത്തോളം ആവശ്യകത ഉണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് രണ്ടാമതൊരു വാക്സിന് മുൻകൂറായിട്ട് എന്ത് കൊടുത്തത്, അനുമതി കൊടുത്തത് എന്നത് മനസ്സിലാക്കുക. അതാണ് R21 മെട്രിക്സ് എം എന്ന് പറയുന്ന വാക്സിൻ. ഓക്കെ ആണല്ലോ. അവിടെ നമുക്ക് 1-2 പോയിന്റ് നോക്കാം. മലേറിയ പരത്തുന്നത് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രൊട്ടോസോവകളാണ് എന്നൊരു പോയിന്റ് ഓർത്തു വെച്ചിരിക്കുക. മലേറിയ പരത്തുന്നത് പ്ലാസ്മോഡിയം എന്ന പ്രൊട്ടോസോവയാണ്. അതുപോലെ മലേറിയ പരത്തുന്ന കൊതുകേത് എന്ന് ചോദിച്ചാൽ അത് അനോഫിലസ് എന്ന് പറയുന്ന പെൺകൊതുകുകളാണ്. പഠിക്കണേ, അനോഫിലസ് പെൺകൊതുകുകളാണ് മലേറിയ പരത്തുന്നത്. ഏറ്റവും അപകടകാരിയായ മലേറിയ ഏത് എന്ന് ചോദിച്ചാൽ അത് ഫാൽസിപാരം മലേറിയ. മറക്കണ്ട, ഏറ്റവും അപകടകാരിയായ മലേറിയ ഏതാണടാ? ഫാൽസിപാരം മലേറിയ. പോയിന്റ് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നു. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനയിൽ തെറ്റായ പ്രസ്താവന എടുത്തെഴുതുക. ഇതും നമ്മുടെ 2024-23 ഇന്റർലോ 24 സംതിങ് വന്ന ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനയിൽ തെറ്റായ പ്രസ്താവന. 1. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് ജീവകം എ. നാഡിയുടെയും ചുവന്ന രക്താണുവിന്റെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് ജീവകം ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. മോണ, ത്വക്ക്, പല്ല്, രക്തകോശം എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി. ഇവിടെ ശ്രദ്ധിക്കണേ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റിലല്ല, അല്ലാതെ. നാഡിയുടെയും ചുവന്ന രക്താണുവിന്റെ ആരോഗ്യത്തിന് ആവശ്യമുള്ള വിറ്റാമിൻ ഏത് എന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ജീവകം ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് എന്ന് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. വിറ്റാമിൻ ജീവകം ഇ കെ. ഈ വന്ന സിംഗിൾ ക്വസ്റ്റ്യൻസിനെ ഇന്ന് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാക്കി തന്നിരിക്കുന്നു ഒരു ക്വസ്റ്റ്യൻ ആയിട്ട്. ശ്രദ്ധിക്കണേ, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് മോണ, ത്വക്ക്, പല്ല്, രക്തകോശം എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഇവിടെ എന്തെന്ന് പറയുന്നത്, തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. വിറ്റാമിൻ സി ആണ് അവിടെ കറക്റ്റ് ആവുന്നത്. മോണയുടെയും ത്വക്കിന്റെയും രക്തകോശത്തിന്റെയും ഒക്കെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഏത് വിറ്റാമിനെ പറയാം? വിറ്റാമിൻ സിയെ പറയാം. ഈ കണ്ണ്, ത്വക്ക്, മുടി ഇതൊക്കെ നമ്മുടെ SCERT 6ാം ക്ലാസ്സിന്റെ ചാപ്റ്ററിനകത്ത് കൊടുത്തിരിക്കുന്ന കറക്റ്റ് സാധനങ്ങളാ. നാഡിയുടെയും ചുവന്ന രക്താണുവിന്റെയും ആരോഗ്യം അതുപോലെ അതും ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന സാധനങ്ങളാ. അപ്പൊ ശ്രദ്ധിക്കണം, SCERT ടെക്സ്റ്റ് ബുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതൊരു നട്ടെല്ലാണ് നിങ്ങളുടെ പരീക്ഷയുടെ. ബയോളജിയുടെ കാര്യമായി എടുത്തു പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുൻവർഷ ചോദ്യങ്ങൾ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലേക്ക് ന്യൂ പാറ്റേൺ ചോദ്യമാണ്. അതുകൊണ്ട് ഒരു പുതിയ പാറ്റേൺ ചോദിക്കുന്നത് കൊണ്ട് മുൻവർഷ ചോദ്യങ്ങളൊന്നും പഠിക്കണ്ട എന്ന ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ ധാരണയൊക്കെ എടുത്ത് മാറ്റിക്കോ. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതിനകത്തെ ആദ്യത്തെ 3 ക്വസ്റ്റ്യനും മുമ്പ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സിംഗിൾ ആയിട്ട് ചോദിച്ചതാണ്. അതിനിവിടെ സ്റ്റേറ്റ്മെന്റിനകത്ത് കേട്ടിട്ടുണ്ട്. മനസ്സിലാക്കി പഠിക്കുക. മുൻവർഷ ചോദ്യങ്ങളെ കീറി മുറിച്ചു പഠിച്ചാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ പഠിത്തത്തിൽ കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന. 1. പിത്തരസം വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നു. 2. പിത്തരസത്തിൽ എൻസൈമുകളില്ല. 3. പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു. 4. പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കി മാറ്റുന്നു. ശ്രദ്ധിക്കണേ, ഇവിടെ ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 1, 2, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി 4. അപ്പൊ പിത്തരസവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ചോദിക്കുന്നത് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് വൃക്ക അല്ല. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണെന്ന് മനസ്സിലാക്കണേ പിള്ളേരെ. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. അതുകൊണ്ട് തന്നെ പിത്തരസം വൃക്ക ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 2. പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല. ശരിയാണ്, നമ്മുടെ പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല.
എൻസൈമുകൾ ഇല്ലാത്ത ഏക ദഹനരസം ഏത് എന്ന് ചോദിച്ചാൽ അവിടുത്തെ ഉത്തരം പിത്തരസമാണ് പിള്ളേരെ. എൻസൈം ഇല്ലാത്ത ഏക ദഹനരസം ഏതാണ്? അത് പിത്തരസമാണ്, മറക്കരുത്. ഇനി പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. പിത്തരസം അന്നജവുമായി യാതൊരു ബന്ധവുമില്ല. പിത്തരസം എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് എങ്കിൽ അത് കൊഴുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് മനസ്സിലാക്കണം. അടുത്ത 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്, പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കി മാറ്റുന്നു. ശരിയാണ്, പിത്തരസം ഭക്ഷണത്തെ ആൽക്കലി രൂപം അല്ലെങ്കിൽ ക്ഷാരഗുണമുള്ളതാക്കി മാറ്റുന്നു. അപ്പൊ ഇവിടെ തെറ്റായ പ്രസ്താവന ചോദിച്ചാൽ 1ാമത്തെ പ്രസ്താവന തെറ്റാണ്, അതുപോലെ 3ാമത്തെ പ്രസ്താവനയും തെറ്റാണ്. അപ്പൊ പിത്തരസത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. പിത്തരസത്തെ ശേഖരിക്കുന്നത് പിത്താശയം അല്ലെങ്കിൽ ഗാൽ ബ്ലാഡറിലാണ്. പിത്തരസം ആഹാരവുമായി കൂടിക്കലരുന്ന സ്ഥലം ചോദിച്ചാൽ അത് ഡിയോഡിനം അല്ലെങ്കിൽ പക്വാശയമാണ്. മറക്കല്ലേ, പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്, പിത്തരസം ശേഖരിക്കുന്നത് പിത്താശയത്തിലാണ്, പിത്തരസത്തെ ആഹാരവുമായി കൂടിക്കലർത്തുന്നത് പക്വാശയത്തിലാണ്. എന്താണ് പക്വാശയം? ചെറുകുടലിന്റെ തുടക്ക ഭാഗം സി ആകൃതിയിൽ കാണപ്പെടുന്നുണ്ട്. ആ ഭാഗത്തിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പക്വാശയം അല്ലെങ്കിൽ ഡിയോഡിനം എന്ന് പറയുന്നത്. ചെറുകുടലിന് 3 ഭാഗമുണ്ട്: ഡിയോഡിനം, ജിജിനം, ഇലിയം. അതിലെ ആദ്യത്തെ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിയോഡിനം അല്ലെങ്കിൽ പക്വാശയം എന്ന് പറയുന്നത്. ആ പക്വാശയത്തിലാണ് പിത്തരസം ആഹാരവുമായി കൂടിക്കലരുന്നത് എന്ന പോയിന്റും കൂടി കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 6 ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 6ഉം 2024ഉം 2023നോട് 3ന്റെ അവസാനത്തെ ഒരു 3 മാസത്തിനകത്തും നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. ക്വസ്റ്റ്യന്റെ മാറുന്ന ആ ഒരു സാഹചര്യം അനുസരിച്ച് നമ്മുടെ പഠനവും മാറ്റിയില്ലെങ്കിൽ നമ്മുടെ ട്രാക്ക് വേറെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ ഒക്കെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എന്തായാലും നിങ്ങൾ ഒരിക്കലും ഇതൊന്നും നോക്കില്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് നമ്മൾ മെനക്കെട്ട് ക്വസ്റ്റ്യൻ എടുക്കുകയും അതിന്റെ എക്സ്പ്ലനേഷൻ തരികയും ചെയ്തത്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങളത് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മൾ ഇംഗ്ലീഷിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ട്. ഏകദേശം 8 പാർട്ടോളം നമ്മൾ വന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് തരുന്നത്. അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ ബയോളജിയും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക് യു.